നമുക്കിന്നൊരു ചിക്കൻ പൊട്ട് റെഡിയാക്കാം. അതിന് വേണ്ടി ചിക്കൻ്റെ മസാല റെഡിയാക്കാം. പാൻ അടുപ്പിൽ വെച്ച് ഓയിലൊഴിച്ച് ചൂടായ ശേഷം ഒരു സ്പൂൺ പെരിഞ്ചീരകം കടുകും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 250 ഗ്രാം ചെറുള്ളി ചതച്ചിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കിയ ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. നന്നായി ഇളക്കിയെടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ വറുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു തേങ്ങയുടെ പകുതി ചിരകിയത് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു 2 സവാള വറുത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ചിക്കൻ്റെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിൻ്റെ മാവ് റെഡിയാക്കാം. ഇവിടെ ഞാൻ നേരത്തെ പുട്ടിൻ്റെ മാവ് നനച്ച് വെച്ചതാണ്. നമുക്ക് പുട്ട് ആവിയിൽ വയ്ക്കാം. 1.5 സ്പൂൺ മസാല ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മാവിട്ട് കൊടുക്കണം. ഇനി നമുക്കൊരു 1.5 സ്പൂൺ മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നീട് മാവിട്ട് കൊടുത്തിട്ട് നമുക്ക് ആവിയിൽ വയ്ക്കണം. ഇപ്പോൾ ഇവിടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം.